വണ്ടി മാറ്റാൻ തീരുമാനിച്ചത് മുതൽ വണ്ടിയിൽ ഓരോ പണികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു 1000-ന് മുകളിൽ എമൗണ്ട് ഈ വണ്ടി മാറ്റാൻ പോവുകയാണെന്ന് തീരുമാനം എടുത്ത മുതലേ ഓരോ പ്രശ്നങ്ങളായിട്ട് ചിലവായി. ഗുരുവായൂർ പോയി, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പൂജിച്ചിട്ടൊക്കെയാണ് എടുക്കുക. അപ്പം അങ്ങനെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അതെ അതെ ആ കുഞ്ഞൊരു ഓട്ടയാണ്. രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് നല്ല അടിപൊളി പണി കിട്ടിയത്. ടയർ പഞ്ചറായി. ടയർ പഞ്ചറാണ്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ അടർന്നിട്ടുണ്ട്. ശരി, ഞാൻ ഇന്നലെ വണ്ടി കൊണ്ടുവന്ന് വയ്ക്കുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ടയർ മാറ്റിയിട്ട് കുറച്ചായിരുന്നു കണ്ടോ. അവിടെ നന്നായി തേഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടിയിൽ അത്യാവശ്യം പണികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റാറാകുമ്പോൾ ഒരുപാട് പണികൾ കിട്ടുന്നുണ്ട്. ഒരു പഞ്ചർ കടയിൽ കോണ്ടാക്ട് ചെയ്തപ്പം ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഫുള്ള് ചാമ്പയ്ക്ക കേട്ടോ. പൊട്ടിക്കണില്ല കേട്ടോ ചാമ്പയ്ക്ക. അപ്പോൾ ആ ചേട്ടൻ സൈക്കിളുമ്മലായിരിക്കും ആ ചേട്ടൻ വരിക. അപ്പോൾ അതിന് വഴി ഇവിടെ ഒരു ENT ഡോക്ടറുടെ ഒരു വീടാണ് ഈ കാണുന്നത്. ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടേക്ക് വരുമായിരിക്കും. ഈ വഴി എന്ന് പറയുന്നത് എടപ്പള്ളി പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് വരുന്നൊരു വഴിയാണ് കേട്ടോ. ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ജോലിക്ക് പോയില്ല കേട്ടോ. മേ ബി ചിലപ്പോൾ വേഗം റെഡിയാക്കി കിട്ടുകയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പോവും. എനിക്ക് തോന്നുന്നില്ല വേഗം റെഡിയാക്കി ഉച്ചയാകുമ്പോഴേക്കും റെഡിയാക്കി കിട്ടും. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വണ്ടി മാറ്റാൻ മുന്നേ ടയർ പുതിയത് എടുക്കണില്ല എന്ന് വെച്ചിട്ടാ. വർക്ക്ഷോപ്പ് ഇപ്പോൾ എവിടെയാ? കറങ്ങിടക്കണല്ലോ. അപ്പോൾ കുറേ ദൂരത്തുനിന്ന് വരുന്നേ? മഴക്കാലം വരുന്നില്ലേ? അതെ അല്ലേ. പേരെന്താ ചേട്ടൻ്റെ? ആ എൻ്റെ ഗുരുവായൂരാ. പഠിക്കല്ല, ജോലി ചെയ്യണം. അല്ല, ഇവിടെ താമസിക്കുന്നു. ജോലി ചെയ്യുന്നത് യുണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമല്ലേ? ആ, അവിടെ PCM എന്ന് പറഞ്ഞ കമ്പനി അറിയോ? ഏതിൻ്റെ? ആ, റിലയൻസിന്റെ ഷോപ്പ് ഉണ്ട് അതിന്റെ അപ്പുറത്തായിട്ട് തന്നെ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആണിയൊക്കെ തട്ടിയിട്ട് പൊട്ടുണ്ടാവൂലേ? ചെറിയ അതെ അതെ ആ കുഞ്ഞൊരു ഓട്ടയാണ്.
ചെരുപ്പിട്ടില്ലേ? ഇല്ലേ? എന്തേ? ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല. നേരെ പോയാലേ അടുത്തോട്ട് തിരിഞ്ഞോട്ടാ. ആ ശരി കേട്ടാ. അപ്പോൾ ചേട്ടനൊരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ചെരുപ്പിടാണ്ട് കേട്ടോ അത് വരുന്നത്. ഇത്രയും ദൂരത്ത് നിന്ന് വീട് വാഴക്കാലയിലാണ്. പക്ഷേ എടപ്പള്ളി ലുലുമോളിൻ്റെ അവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ആള്. ഇതുപോലെ എന്തെങ്കിലും പഞ്ചർ വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വരും. പക്ഷേ നിങ്ങൾ കുറച്ച് സമയം ഞാൻ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം എന്ത് ഈ സൈക്കിളും ചവിട്ടിയിട്ട് വരണ്ടേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ പേരും നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇതുപോലെ വരികയാണെന്ന് വെച്ചെങ്കിൽ എടപ്പള്ളി ടോളിൻ്റെ ഒക്കെ അവിടെ വെച്ചിട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ചേട്ടനൊന്ന് വിളിച്ചു കൂട്ടാം. അപ്പം റെഡി ആക്കി തരും. വാഴക്കാലയിലാണ് വീട് കേട്ടോ. അപ്പം കാക്കനാട് ഭാഗത്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ വേണമെങ്കിൽ വിളിച്ചു നോക്ക്. പിന്നെ കാക്കനാട് അടുത്താണ് വാഴക്കാല. അത്രയും ദൂരമാണ് ആൾ ഇവിടെ വരുന്നത്. എനിക്ക് 200 രൂപയായിട്ടുള്ളൂ കേട്ടോ. റെഡിയാക്കാൻ 200 രൂപയായിട്ടുള്ളൂ. പക്ഷെ ഞാൻ 300 രൂപ കൊടുത്തു. ഒരു 100 രൂപ എക്സ്ട്രാ കൊടുത്തു. കാരണം ആൾ ചെരുപ്പ് ഇട്ടിട്ടില്ല, സൈക്കിളും കിട്ടിയിട്ടാണ് ഇത്രയും ദൂരം വന്നത്. അപ്പോൾ എനിക്കെന്തോ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു 100 രൂപ എക്സ്ട്രാ കൊടുത്തു. സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അപ്പം ടയർ ഓക്കെ ആയിട്ടുണ്ട്. ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടോ ടയർ നന്നായി തേഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ വണ്ടി മാറ്റാൻ പോകാനില്ല. അപ്പോൾ എനിക്ക് പുതിയൊരു ടയർ വാങ്ങിച്ചിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ്. ഞാൻ ഈ വണ്ടി മാറ്റാൻ തീരുമാനിച്ചത് മുതൽ വണ്ടിയിൽ ഓരോ പണികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടയർ പഞ്ചറായി, പിന്നെ അതിന് കുറച്ച് പൈസ ചിലവായി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ടിലെ ഇത് ഇളകുന്നുണ്ടെന്ന്. അപ്പം അത് റെഡിയാക്കാനായിട്ട് അതും വേറെ പൈസ ചിലവായി. അപ്പോൾ അതിന് ഒരാഴ്ച മുന്നേ സെൽഫ് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ വണ്ടി. അത് ബാറ്ററിയുടെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ച്. അപ്പം ബാറ്ററി ചാർജ് ചെയ്തപ്പം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ റിലേ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ റിലേ മാറ്റിയിട്ട് നോക്കിയപ്പം വീണ്ടും സെൽഫ് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ എന്തോ വയർ കോഡ് എന്തോ കംപ്ലൈൻ്റ് ആണ്, അതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി. അപ്പോൾ അതിനൊക്കെ നല്ലൊരു എമൗണ്ട് ചിലവായിട്ടാണ്. എനിക്കൊരു 1000-ന് മുകളിൽ എമൗണ്ട് ഈ വണ്ടി മാറ്റാൻ പോവുകയാണെന്ന് തീരുമാനം എടുത്ത മുതലേ ഓരോ പ്രശ്നങ്ങളായിട്ട് ചിലവായി. എന്തോ എനിക്കും 2 മനസ്സായിട്ടാണ് ഞാൻ നിൽക്കണേണോ മാറ്റണ്ടേ. പക്ഷെ എൻ്റെ ആഗ്രഹമായിരുന്നല്ലോ. 10 വർഷം യൂസ് ചെയ്തില്ലേ. എനിക്ക് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പം എല്ലാ കംപ്ലൈൻറ്റും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ടയർ ഇപ്പോഴും കുറച്ച് എയർ കുറവുണ്ട്. എനിക്ക് എയർ അടിക്കണം. എയർ കുറയുന്നുണ്ടോ എന്നൊരു സംശയം. പഞ്ചർ ഒട്ടിച്ചത് അത്ര പോരാ. ഇത് ടയറാണോ എൻ്റെ വണ്ടിയുടെ? അപ്പം ഇന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ നാട്ടിലേക്ക് പോകും വണ്ടി മാറ്റാനായിട്ട്. അപ്പോൾ ഇന്നും കൂടി ഉള്ളോട്ടോ ഈ ഒരു വണ്ടി ഇവിടെ. നാളെ ഞാൻ ഗുരുവായൂർ പോവാണ്, എൻ്റെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി മാറ്റിയിട്ട് ആക്കണം എന്നാണ് ഞാൻ പ്ലാനിങ് ഉള്ളത്. സാധാരണ വണ്ടി എടുക്കുമ്പോൾ ഗുരുവായൂർ പോയി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പൂജിച്ചിട്ടൊക്കെയാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. മിക്കവാറും കുന്നംകുളത്തു നിന്നായിരിക്കും എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എൻ്റെ വണ്ടിയുടെ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പുതിയതായിട്ട് വരുന്നവരാണ്